ബൈബിളിലെ ഓരോ വചനത്തിൻ്റെ പശ്ചാത്തലം മനസ്സിലാകാത്തത് കൊണ്ട് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അത് വായിക്കാനും പഠിക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും മെഡിറ്റേറ്റ് ചെയ്യാനും നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെയാണ് പലപ്പോഴും ബൈബിളിലെ ഓരോ വചനങ്ങളുടെയും ആത്മീയ സാരാംശം, അതിൻ്റെ ഡീപ്പർ റെവലേഷൻസ് നമ്മൾക്ക് മനസ്സിലാകാതെ പോകുന്നത്. ഇത്തരം ഒരു വചനമാണ് യേശുവിൻ്റെ തെറ്റായിട്ട് അല്ലെങ്കിൽ ശരിയായിട്ട് വ്യാഖ്യാനിക്കപ്പെടാത്ത ഒരു വചനം. ഈ ഒരു വചനമാണ് മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം. 2-3 പേർ എവിടെ കൂടിയിരുന്നാലും അവരുടെ നടുവിൽ ഞാനുണ്ട്, അവരുടെ മധ്യത്തിൽ ഞാനുണ്ട്. ഇതിനെ ഏറ്റവും കൂടുതൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളത് 2-3 പേരുടെ കൂട്ടായ്മയെക്കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ കൂട്ടായ്മയെക്കുറിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ യേശു അതാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നത് മനസ്സിലാക്കാൻ ആ വചനത്തിൻ്റെ പശ്ചാത്തലം നമ്മൾക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം മുതൽ നമുക്ക് വായിക്കാം. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടതായിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെട്ടതായിരിക്കും എന്ന് ഞാൻ നിങ്ങളോട് സത്യമായിട്ട് പറയുന്നു. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏത് കാര്യത്തിലും നിങ്ങളിൽ ഇരുവർ യോജിപ്പുള്ളവരായിരുന്നാൽ പിതാവിൽ നിന്നും അവർക്ക് അത് ലഭിക്കും. ഇതിനുശേഷമാണ് യേശു പറയുന്നത്, എന്തെന്നാൽ എൻ്റെ നാമത്തിൽ 2-3 പേർ എവിടെ കൂടെ ഇരിക്കുന്നുവോ അവിടെ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. നിങ്ങൾ 2-3 പേർ എവിടെ കൂടിയിരിക്കുന്നുവോ അവരുടെ മധ്യേ ഞാനുണ്ട്. ഇതിൻ്റെ മുകളിലുള്ളതാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്താണെങ്കിലും അതിൽ നിങ്ങളിൽ ഇരുവർ യോജിക്കുന്നവരായാൽ അത് അവർക്ക് ലഭിക്കും. ഈ ഇരുവർ, യോജിപ്പുള്ള ഇരുവർ അല്ലെങ്കിൽ 2-3 പേർ എവിടെ കൂടിയിരിക്കുന്നുവോ എന്നത് ഉദ്ദേശിക്കുന്നത് മനുഷ്യർ 2-3 പേർ കൂടിയിരിക്കുക എന്നുള്ളതല്ല. അത് നിങ്ങളുടെ ഉള്ളിലുള്ള 3 ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചത് 3 അംശങ്ങളായിട്ടാണ്, 3 പാർട്ടായിട്ടാണ്. ദേഹം, ദേഹി, ആത്മാവ്. മനസ്സും ശരീരവും ആത്മാവും. പലപ്പോഴും മനസ്സും ശരീരവും ആത്മാവും ഒരേപോലെ എഗ്രി ചെയ്ത് എന്ന് പറഞ്ഞാൽ ഒരേപോലെ കൂടെ ഇരിക്കാതെയാണ് പല പ്രവർത്തനങ്ങളും നടത്തുന്നത്. സംശയം തോന്നാം ഇതെങ്ങനെ നടത്തുമെന്നുള്ളത്. ശ്രദ്ധിച്ച് കേൾക്കുക. ചിലപ്പോഴൊക്കെ വായ കൊണ്ട് നമ്മളൊക്കെ പറഞ്ഞെന്നിരിക്കും, വചനങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു, പക്ഷെ നമ്മളെ ഹൃദയം വല്ലാതെ ഡൗട്ട് ചെയ്യിപ്പിക്കും. ഹൃദയം കൊണ്ട് സംശയിക്കുന്നവരായിരിക്കും. ഹൃദയം കൊണ്ടും വാഗൊണ്ടുമൊക്കെ എന്തെങ്കിലുമൊക്കെ ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ എങ്കിലും പലപ്പോഴും ദൈവത്തിന് വേണ്ടി ആത്മാവ് കൊണ്ട് ദൈവത്തെ കാംക്ഷിക്കാത്തവരായി, അല്ലെങ്കിൽ ദൈവത്തിന് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാതെ ദൈവത്തിന് സമർപ്പിക്കാത്ത ജീവിതങ്ങൾ നയിക്കുന്നവരുമുണ്ട്. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ദൈവത്തിന് ഈൽഡ് ചെയ്യുന്നില്ല. മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ആത്മാവ് കൊണ്ടോ മാത്രമാണ് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് തിരിയുന്നത്. മനസ്സും ശരീരവും ആത്മാവും കൊണ്ട് 2-3 പേര് ഒരുമിച്ച് കൂടിയിരിക്കാൻ യോജിപ്പുള്ളവരായിരിക്കാൻ മടി കാണിക്കുന്നു, അല്ലെങ്കിൽ അത് ചെയ്യുന്നില്ല. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും ദൈവത്തിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഏകമതമായിട്ട് പ്രവർത്തിക്കുമ്പോൾ, ഏകമതമായിട്ട് ദൈവത്തെ കാംക്ഷിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പുറകെ പോകുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും, നിശ്ചയം. സത്യമായി ഞാൻ പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടപ്പെടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെടുന്നതായിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിക്കപ്പെടുന്നതായിരിക്കും. വലിയ വിശ്വാസം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് യേശുവോട് പറഞ്ഞു തരുന്നത്. ഇതൊക്കെയും സാധ്യമാകണമെങ്കിൽ നിങ്ങൾക്ക് വലിയ വിശ്വാസം വേണമെങ്കിൽ ദേഹവും ദേഹിയും ആത്മാവും മനസ്സും ശരീരവും ആത്മാവും ഒരുമിച്ച് എഗ്രി ചെയ്ത് ഒരുമിച്ച് കൂടി പ്രവർത്തിക്കണം. ഈ 3 പേരും 3ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ വിശ്വാസം പോയി പോകുന്നു, ഇവയൊക്കെയും നടക്കാതെയാവുന്നു. ഇത് ഒരു ബിബ്ലിക്കൽ സീക്രട്ട് തന്നെയാണ്. മനസ്സും ശരീരവും ആത്മാവും ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ കാംക്ഷിച്ച് വിശ്വസിച്ച് പ്രവർത്തിച്ച് ദൈവത്തെ അനുസരിക്കുമ്പോൾ all things are possible with God. So come fall in love with Jesus and fall in love with the word of God.